application GUVC അത് ഓപ്പൺ ചെയ്യുന്നു. അപ്പോൾ ഇതിൻ്റെ ബാക്കിൽ റെക്കോർഡിംഗ് വിൻഡോ വന്നിട്ടുണ്ട്. ഇവിടെ ഇതാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യാനുള്ള ബട്ടൺ. ഈ യൂസർ കൺട്രോളൊക്കെ ഡിഫാൾട്ടായിട്ട് വന്ന് കിടക്കുന്നതാണ്, അതിൽ മാറ്റമൊന്നും വരുത്തണ്ട. ഇനി ഇതിൽ വീഡിയോ സേവ് ചെയ്യേണ്ട സ്ഥലം വീഡിയോ ഫയൽ, അവിടെ ഹോമിൽ ഇവിടെ ക്ലിക്ക് ചെയ്ത് ഡേ 1 സ്റ്റേജ് സ്റ്റേജ് 9 ഫോൾഡർ ഉണ്ടാക്കി സേവ് കൊടുത്തു കഴിഞ്ഞാൽ myvideo.mkv എന്ന് പറഞ്ഞ് സേവ് ആയിക്കൊള്ളും. അതിനുശേഷം ക്യാപ്ചർ വീഡിയോ ചെയ്താൽ മതിയാവും. ഇപ്പോൾ വീഡിയോ റെക്കോർഡിങ് ആരംഭിച്ചിട്ടുണ്ട്. അത്യാവശ്യം കേൾക്കാൻ പറ്റുന്ന ഒരു സൗണ്ടാണ്. അപ്പോൾ ആവശ്യം നോക്കുക. ഞാൻ എൻ്റെ വലത്തെ കൈയാണ് ഉയർത്തിയത്. ക്യാമറയിൽ കാണുന്നതനുസരിച്ച് അതും വലത്തെ കൈയായിട്ട് തന്നെയാണ് എനിക്ക് തോന്നുന്നത്. ഓക്കെ, റെക്കോർഡിങ് കഴിഞ്ഞതിന് ശേഷം ഇവിടെ സ്റ്റോപ്പ് ബട്ടണിൽ തന്നെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, അപ്പോൾ റെക്കോർഡ് ആയിട്ടുണ്ട്. നമ്മുടെ വീഡിയോ കൺട്രോൾ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഏത് വീഡിയോ ആണ് ഇപ്പോൾ യൂസ് ചെയ്തതെന്ന് നമുക്ക് മനസ്സിലാകും. ചിക്കോണി USB 2 ക്യാമറ എന്ന് പറയുന്ന ലാപ്ടോപ്പിൻ്റെ ക്യാമറയാണ്. നമ്മൾ വെച്ചിരിക്കുന്ന എക്സ്റ്റേണൽ വെബ് ക്യാമറ എന്ന് പറയുന്ന ലോജിടെക് വെബ് ക്യാമറയാണ്. അപ്പോൾ ഇതാണ് ഇവിടെ സെലക്ട് ചെയ്യേണ്ടത്. ഇത് സെലക്ട് ചെയ്ത് ലോഞ്ച് ന്യൂ പ്രോസസ് ടു റീസ്റ്റാർട്ട് എന്ന് പറയുമ്പോൾ ഒരു പുതിയ വിൻഡോയും പുതിയ വീഡിയോ സ്ക്രീനും വരും. ലോഞ്ച് ന്യൂ പ്രോസസ് റീസ്റ്റാർട്ട് ന്യൂ വരും. നമുക്ക് റീസ്റ്റാർട്ട് കൊടുത്താൽ മതിയാവും. റീസ്റ്റാർട്ട് ക്ലിക്ക് ചെയ്യുന്നു. ഓക്കെ, അപ്പോൾ ഒരു പുതിയ വിൻഡോ വന്നു. ഇതാണ് ക്യാമറയുടെ വിൻഡോ. ഇനി നമുക്ക് റെക്കോർഡിങ് ആരംഭിക്കാം. നമ്മൾ സേവ് ചെയ്തിരുന്ന സ്ഥലം നമ്മളിവിടെ കിടപ്പുണ്ട്. ഫയലിൽ ഡേ 1 സ്റ്റേജ് 9 നമ്മൾ സേവ് ചെയ്യുന്നത്. ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഓക്കെ, വീഡിയോ ക്യാപ്ചർ ചെയ്യുകയാണ്. ഓക്കെ, ഇപ്പോഴാണ് വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ എൻ്റെ വലത്തെ കൈയാണ് ഉയർത്തിയത്. റെക്കോർഡ് ചെയ്ത് കഴിയുമ്പോൾ നമുക്കത് വലത്തെ കൈ തന്നെയാണോ എന്ന് നമുക്കൊന്ന് ചെക്ക് ചെയ്യാം. ഓക്കെ, വേറെ മാറ്റങ്ങളൊന്നും വരുത്താനില്ല. ഇവിടെ വീഡിയോ ഫിൽറ്റേഴ്സിലൊന്നും ടിക്ക് കൊടുക്കേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, വീഡിയോ കഴിഞ്ഞ് കഴിയുമ്പോൾ സ്റ്റോപ്പ് വീഡിയോയിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, ഇപ്പോൾ സേവ് ആയിട്ടുണ്ടാകും. സെറ്റിങ്സിലും നമുക്ക് മാറ്റം വരുത്തേണ്ട ആവശ്യങ്ങളൊന്നുമില്ല. ക്യാമറ ബട്ടൺ ഡിഫാൾട്ടായിട്ട് ക്യാപ്ചർ ഇമേജാണ് വന്നെടുക്കുന്നത്. അത് നമ്മൾ മാറ്റി ഇടേണ്ട ആവശ്യമില്ല. ഫോട്ടോയിൽ നമുക്ക് വേറെ മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. വീഡിയോയിലും മാറ്റം വരുത്തേണ്ട ആവശ്യമില്ല. ഓക്കെ, നമ്മൾ സേവ് ചെയ്ത ഫയൽ ഹോമിൽ വന്നിട്ടുണ്ടെന്ന് നോക്കാം. ഇതാണ് സ്റ്റേജ് 1. ഇതാണ് വന്നിട്ടുണ്ട്. രണ്ടാമത് ചെയ്തത് myvideo2. വീഡിയോ ക്യാപ്ചർ ചെയ്യാൻ ആരംഭിച്ചിരിക്കുന്നു. ഇത് നമ്മുടെ എൻ്റെ വലത്തെ കൈയാണ് ഉയർത്തിയത്.